ഇത് ചെറിയൊരു വീഡിയോ ഇടുവാണ്. ഈ വീഡിയോ പറയുമ്പോൾ കൈകാല് കടച്ചൽ, തലവേദന, നെറ്റിവേദന, മൂക്കടപ്പ്, ജലദോഷം, കൈകാല് കടച്ചൽ, പല്ല് വേദന, എത്ര ആടുന്ന പല്ലും അസയാതെ, അങ്ങനെ ആടുന്ന പല്ലും നല്ല കുറ്റി തല്ല് പോലെ നിൽക്കും. ഏതൊരു പല്ല് വേദനയും മാറും. അതാണ് ഇത്. പച്ചക്കൽപ്പൂരമാണ് ഇത്. അതിനുള്ളൊരു തൈലമാണ് വലിയ നിവാരണി എന്ന പേര്. ഏത് വേദനയും, വായിലുള്ള പല്ല് വേദന, പല്ലിലെ ഊന് വേദന, തൊള്ളിൻ്റെ ഉള്ളിലുള്ള ഏത് വേദന ഉണ്ടെങ്കിലും ഈ തൈലം ഒന്ന് ചെറുതായിട്ടൊന്ന് പരട്ടി കൊടുത്താൽ മതി. 2 വിരലിലാക്കിയിട്ട് ഒരു പഞ്ഞിലാക്കിയിട്ട് എല്ലാവിടെയും തേച്ച് പരട്ടി കൊടുത്താൽ വേദനയൊക്കെ മണിക്കൂർ കണക്കുകൊണ്ട് മാറും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് തേക്കുകയാണെങ്കിൽ പിന്നെ കാലത്തല്ല വായി നനയ്ക്കുള്ളൂ. അതുവരെയ്ക്കും വായിലിരുന്നോട്ടെ. കംപ്ലീറ്റ് ഒന്ന് പരട്ടി വെച്ചാൽ മതി. 1-2 പ്രാവശ്യം തുപ്പിൽ 10 മിനിറ്റ് പിടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് തുപ്പിക്കളയുക. എന്നിട്ട് സുഖമായി കിടന്ന കാലത്തേക്ക് ആ വേദന ഒന്നും ഉണ്ടാകില്ല. അതുപോലെ ചെറുകിട വേദന, കൈ കാല് കടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ തൈലം തേച്ചാൽ വലിയ നിവാരണിയാണ് ഈ തൈലത്തിൻ്റെ പേര്. ഇത് തേച്ചാൽ ഉടനെ അത് മാറുന്നതായിരിക്കും. ജലദോഷം, മൂക്കടപ്പ്, അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ ഇതൊരു തൈലം അത്യാവശ്യമാണ്. ഇത് ഒരെണ്ണം പോരാ, 3 ഇത് ചേർക്കാനുണ്ട്. ഇത് പച്ചക്കൽപ്പൂരം ഒന്ന് ചേർക്കുന്നത്. ഇത് പുതിന ഉപ്പാണ്. ഇത് അതിൽ ചേർക്കണം. അപ്പോൾ പുതിന ഉപ്പ്, ഓമ ഉപ്പ്. അപ്പോൾ ഓമ ഉപ്പ്, പുതിന ഉപ്പ്, പച്ചക്കൽപ്പൂരം, ഇത് 3ഉം ഒരു 3 സ്പൂൺ എടുക്കുക. ഇതെന്നൊക്കെ സമസമം 3 സ്പൂണ് സമസമം എടുത്തിട്ട് ഇതുപോലെ ഇത് കാണിക്കാൻ വീഡിയോയിൽ ഇടാൻ വേണ്ടി ചെറിയൊരു ബോട്ടിൽ കാണിച്ചതാണ്. എങ്കിലും നമുക്കിതുപോലെ ഉള്ളിൽ ഇട്ട സാധനം പുറത്ത് കാണുമ്പോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ, ഏറ്റവും ചില്ലിക്കുപ്പിയാണ് നല്ലത്. പക്ഷേ തൽക്കാലം ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഉള്ളിലിട്ട പുറത്ത് കാണണം. ഗ്യാസ് പുറത്ത് പോകാനും പാടില്ല. ഇങ്ങനെ 3ഉം ഒരു 3 സ്പൂണ് അതൊന്ന് എടുത്തിട്ട് ഇടുക. ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി. അങ്ങനെ 3ഉം കൂടി ഒരു തൈരുമായി മാറും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ 3 തൈരുമായി മാറും. പിന്നെ ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഉപയോഗിക്കുമ്പോൾ തുറന്ന് വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഗ്യാസാണ് ഇതിന് മെയിനായിട്ട്. അത് അതിൻ്റെ പാവം പോലെ എടുക്കുക, വിരലിലോ പഞ്ഞിലാക്കുക. ബഡ്സ് ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് പല്ലിലോ ഊനിലോ ഒക്കെ വേദന ഉള്ളവിടെയൊക്കെ തേച്ച് കൊടുത്താൽ ഏത് വേദനയും, വൈകിട്ട് കാണുന്ന വേദന കാലത്ത് എണീക്കുമ്പോൾ ആ വേദന ഉണ്ടാവില്ല. ആടുന്ന പല്ലും നല്ല അതിർക്കല്ല് പോലെ നിൽക്കും. ഏരി വീക്കം, പല്ല് ഊന് വീക്കം, പല്ലിൻ്റെ തൊള്ളിൻ്റെ ഉള്ളിലുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെറുതായിട്ട് ഒന്ന് പരട്ടി കൊടുത്താൽ മതി. ചെറിയൊരു എരിച്ചൽ തോന്നും, അതൊന്നും കാര്യമില്ല. നേരം വെളുക്കുമ്പോഴേക്കും അതൊക്കെ മാറും. അത്രയും വായിലെ എല്ലാ പ്രശ്നവും തീരും ഈ തൈലം തേക്കുകയാണെങ്കിൽ. വലിയ നിവാരണിയാണ് പേര്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. പച്ചക്കൽപ്പൂരം, ഓമ ഉപ്പ്, പുതിന ഉപ്പ്, ഇത് 3ഉമാണ്. ഇത് 3ഉം കൂടി സമ അളവിനെടുത്തിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ കുലുക്കിയാൽ മതി. ആക്ഷൻ കാണിച്ചാൽ ഇത് ഒരു തൈലമായി മാറും. ഇത് ചെറിയ ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെല്ലാവരും വീട്ടിലും അത്യാവശ്യമാണ്. അത്യാവശ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും ആസ്പത്രിയിൽ പോകേണ്ട കാര്യമില്ല. കണ്ണിൽ പെടാൻ മാത്രം. കണ്ണിൽ പെട്ടാലും കുഴപ്പമൊന്നുമില്ല, എരിയും, നല്ല എരിച്ചിലായിരിക്കും. കണ്ണിൽ പെടാതെ സൂക്ഷിക്കുക. അല്ലാതെ കെമിക്കലോ, ഇത് ഏതും കെമിക്കലല്ല. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ ഇത് തൈലുമായി മാറും. ഈ 3ഉം മറക്കരുത്. അതായത് പുതിന ഉപ്പ്, ഓമ ഉപ്പ്, പച്ചക്കൽപ്പൂരം, ഇത് 3ഉം. ആ 3ഉമാണ് ഇത്. അപ്പോൾ ഞാൻ ചെറിയ ക്വാളിറ്റിയിലിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഒരു 3 സ്പൂൺ ഇടുമ്പോൾ ഇതുപോലെയാവും. ഇത് മതി ഒരു കുടുംബത്തേക്ക്, ഒരു 6 മാസത്തേക്ക് ഇത് മതിയാവും. ഞാൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. ഇത് മതിയാവും നമുക്കൊരു കുടുംബത്തേക്ക് ഒരു 6 മാസത്തേക്ക്. ഇതൊക്കെ ഒരു ബഡ്സ് നമ്മൾ എത്ര മുങ്ങണം അതുപോലെ ഒന്ന് ഇട്ടിട്ട് പല്ലിൻ്റെ ഊനിലും പല്ലിൻ്റെ പോടും വേദനയുള്ളവിടെയും എല്ലാം തൊള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ടോ തേച്ചാൽ നേരം വെളുക്കുമ്പോഴേക്കും ആ പ്രശ്നം തീരും. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ആ വേദനയുള്ള പല്ല് കൊണ്ട് നമുക്ക് ഇറച്ചി തിന്നാം. വെള്ളം തട്ടിയ കോച്ചുന്ന പല്ലടക്കം ഇറച്ചി നമ്മൾ നല്ല എങ്ങനെ കടിച്ചാലും പല്ലിൽ ഒരു വേദനയും ഉണ്ടാവില്ല. അത്ര ഉറപ്പുള്ള പല്ല് നമുക്ക് കിട്ടും. ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. ഏത് കടുപ്പം കൂടിയ ഭക്ഷണം നമുക്ക് കഴിക്കാം, കടിച്ച് കഴിക്കുക. ഒറ്റ കുഴപ്പമില്ല. പല്ലിന് പറ്റിയ ഒരു ഇതാണ്. അതുപോലെ മുട്ട് വേദന, കാല് വേദന, ജലദോഷം,
അങ്ങനെ നെറ്റിയിലൊക്കെ പുരട്ടിയാലും അങ്ങനെ ജലദോഷം പെട്ടെന്ന് മാറും. ചെറുകിട കാര്യത്തിനൊന്നും ആസ്പത്രിയിൽ പോകണ്ട. പല്ല് വേദനയ്ക്ക് പിന്നെ ആസ്പത്രിക്കേ പോകണ്ട. പിന്നെ പല്ല് തീരെ പറ്റില്ല, നമുക്ക് ഒഴിവാക്കണം പറയുമ്പോൾ രീതിക്ക് പറിച്ച് മാറ്റി വേറെ പല്ല് വയ്ക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് മാത്രമേ നമുക്ക് ആസ്പത്രി ഡോക്ടറെ പോകേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ചെറിയ പല്ല് വേദന, ഊന് വീക്ക്, കവിള് വീക്കം, അങ്ങനെ ഊന് കൊണ്ടുള്ള പല്ലിൻ്റെ ഏരിയയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് മാറും. ഇതൊരു 3 സ്പൂൺ, ചെറിയ സ്പൂണിന് 3 സ്പൂണ് സമ അളവിനെടുക്കുക. 3 പച്ചക്കൽപ്പൂരം, പുതിന ഉപ്പ്, ഓമ ഉപ്പ്, ഇത് 3 സമം എടുത്തിട്ട് ഈ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ മൂടി അടച്ചിട്ട് ഇതങ്ങനെ ആക്ഷൻ കാണിച്ചാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഇത് അങ്ങനെ തൈലമാകുകയാണിത്. വേറെ ഒരു പണിയില്ല. ഇത് അടുപ്പിൽ വയ്ക്കുക, കാച്ചുക, ഒന്നും ചെയ്യേണ്ട. ഇതാണ് 3 ഐറ്റം. ഇതാണ് പച്ചക്കൽപ്പൂരം. ഇത് ഏത് തുറന്ന് വെക്കാൻ പാടില്ല, ഗ്യാസാണ് ഇതിൽ മെയിൻ, ഗ്യാസ് പോവും. ഇതാണ് ഓമ ഉപ്പ്. ഇതാണ് പുതിന ഉപ്പ്. ഇത് മൂന്നും കൂടിയിട്ട് 7 സ്പൂൺ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ടിലിടുക. വലിയ ക്വാളിറ്റിയിൽ ഇടാൻ പാടില്ല. കാരണം ഒരുപാട് നമ്മൾ ചേർക്കുക, നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ലല്ലോ. വീട്ടാവശ്യത്തിനാണ് ഇത് അത്രയൊക്കെ മതിയാവും. അതിന് വേണ്ടിയിട്ട് ചെറിയ ബോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് 3 കൂടി 3 സ്പൂൺ ഇട്ടപ്പോൾ തൈലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട അറിയാം, അതാ തൈലം. തൈലമായി. ഇത് തുറക്കാനോ, ഗ്യാസാണ് ഇതിന് മെയിൻ. എപ്പോഴും ഉപയോഗിക്കുമ്പോഴും തുറക്കുമ്പോഴും സൂക്ഷിച്ച് ചെയ്യുക. ഗ്യാസ് തുറന്ന് വയ്ക്കാൻ പാടില്ല, ഈ ഗ്യാസാണ് മെയിൻ. ഇതെല്ലാവരും വീട്ടുകളിൽ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇത് ഒരു വീട്ടിലേക്ക് ചെറിയൊരു ക്വാളിറ്റി മതി. ഒരു വർഷത്തേക്കൊക്കെ ഒരു 50 മില്ലിയും കൂടി വേണ്ട, 25 മില്ലി മതി. ഒരു 25 മില്ലി ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരു വർഷത്തേക്കായി. ചെറുകിട പല്ലുവേദന മെയിൻ. നമ്മൾ ഒരു പല്ലുവേദന വന്നാൽ ഉറക്കവുമില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല, ആ അവസ്ഥയായിരിക്കും. പക്ഷേ ആ അവസ്ഥയിൽ ഒരു ബഡ്സ് മുക്കിയും കൊണ്ട് പല്ലിൻ്റെ വേദനൻ്റെ എവിടെയൊക്കെ നമുക്ക് ഉള്ളത് അവിടെ നല്ല വേദന ഉള്ളവിടെ കൂടുതൽ തേക്കുക. ഊനിൽ കംപ്ലീറ്റ്, ഈ പല്ല് ഏരിയയിൽ കംപ്ലീറ്റ് ഉള്ളിലും പുറത്തും ഒക്കെ തേക്കുക. ഇത്തിരി തുപ്പൽ വരും, അതൊരു 10 മിനിറ്റ് പിടിച്ച് നിന്നിട്ട് തുപ്പിക്കളയുക. അത് വൈകുന്നേരത്ത് കിടക്കുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കാലത്ത് പിന്നെ നേരം വെളുക്കുന്നവരേക്കും നമ്മളൊന്നും ചെയ്യില്ലല്ലോ, വായ്ക്കൊപ്പിളിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നേരം കാലത്ത് നോക്കിയാൽ അങ്ങനെ വേദനയേ ഇല്ല. നമുക്ക് ഇറച്ചിയല്ല എല്ലാം അടക്കം കടിക്കുക. അപ്പോൾ അതിൽ വേദന, പല്ല് കൊണ്ട് വെള്ളം കുടിക്കാൻ കൂടി പറ്റാത്ത, ചോറ്റിൻ്റെ വറ്റും കൂടി മുട്ടി വേദനിക്കുന്ന പല്ല് ചുറ്റുകൊണ്ട് ഇടിച്ചാലും കൂടി വേദനിക്കില്ല. അങ്ങനെ അത്ര ഉറപ്പുള്ള പല്ലായി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുന്നതായിരിക്കും. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ പറയുകയാണെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും. ഇത് ഇത്രമാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പ്രത്യേകം എല്ലാവരും ഇത് ചെയ്യണം. ഇത്രമാത്രം.